സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 2000 ആണ്ടിലെ മഹാജൂബിലി വർഷത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രൂശിത രൂപത്തെ പുണർന്നുകൊണ്ട് കത്തോലിക്ക സഭയുടെ പ്രഥമാചാര്യൻ ദിവ്യംഗതനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തോടും സംസ്കാരങ്ങളോടും മറ്റ് സഭകളോടുമൊക്കെ കത്തോലിക്ക സഭ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു. ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും തെറ്റുപറ്റിയിട്ടില്ലെങ്കിലും സഭാ നേതൃത്വത്തിനും സഭയിലെ വ്യക്തികൾക്കും ചരിത്രത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം സഭയിലുള്ളത് വിശുദ്ധരല്ല, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ഏലിയ സ്ലീവ കാലത്തിലെ സ്ലീവ 2-ാം ഞായറാഴ്ചയിലാണ് നാം ആയിരിക്കുക. മിശിഹായുടെ 2-ാം വരവിന്റെ അടയാളങ്ങളും മുന്നൊരുക്കവും അനുദപിക്കാനുള്ള ആഹ്വാനവുമാണ് ഇന്ന് സഭാമാതാവ് നമുക്ക് തരുന്ന ചിന്ത. തിന്മ ചെയ്യുന്നവർക്ക് അന്തിമ നാളിൽ ശിക്ഷ ലഭിക്കുമെന്നും അതിനാൽ നമ്മുടെ ജീവിത വഴിയിൽ വെച്ച് തന്നെ ദൈവത്തോടും മനുഷ്യരോടും രമ്യപ്പെടണമെന്നും ഈ ദിവസങ്ങളിലെ വായനകൾ ആവശ്യപ്പെടുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 17 വരെ നാം കാണുന്നത് നോഹയുമായി ദൈവത്തിനുള്ള ഉടമ്പടിയാണ്. കലുഷിതമായ പ്രപഞ്ചം ശാന്തമാകുന്നതിന്റെ അടയാളമാണ് മഴവില്ല്. ദൈവസ്നേഹത്തിന്റെ അടയാളമായി നോഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ട മഴവില്ല് അവസാന ദിവസത്തിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന കുരിശിന്റെ അടയാളമാണ്. 2-ാം വായന ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 14 വരെയാണ്. ഇവിടെ നീതിമാന്മാരുടെ രക്ഷയുടെ അടയാളമായി മനുഷ്യപുത്രൻ സിംഹാസനത്തിൽ ആഗതനാവുകയാണ്. നീതിമാന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ അവസാന ദിവസത്തിൽ കൊല്ലപ്പെടുന്നതായി നാം കാണുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ലേഖന ഭാഗത്ത് നാം കാണുക. കുരിശിന്റെ മഹത്വത്തെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തെയും ജ്ഞാനത്തെയുമാണ് കുരിശിൽ നാം കാണുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5 പ്രഭാഷണങ്ങളാണുള്ളത്. അതിലെ 5-ാമത്തെ പ്രഭാഷണം യുഗാന്ത്യ പ്രഭാഷണമാണ്. 24-ഉം 25-ഉം അധ്യായങ്ങളിലാണ് അതുള്ളത്. സൂര്യൻ ഇരുണ്ടു പോകുന്നതും ചന്ദ്രൻ പ്രകാശം തരാത്തതും നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിപതിക്കുന്നതും ആകാശ ശക്തികൾ ഇളകുന്നതുമെല്ലാം മനുഷ്യപുത്രന്റെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7 ഉപമകളിലൂടെയാണ് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു തരിക. അതിലെ ആദ്യത്തെ ഉപമ അത്തിമരത്തെ കുറിച്ചാണ്. മരങ്ങൾ തളിർക്കുന്നത് കാണുമ്പോൾ താമസിക്കാതെ വസന്തമുണ്ടാകും അഥവാ വേനൽക്കാലമുണ്ടാകും എന്ന് പറയുന്നു. ഇത് ഒരു അടയാളമാണ്. എന്നതുപോലെ മേൽപ്പറഞ്ഞ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യപുത്രന്റെ ആഗമനമുണ്ടാകും. പക്ഷേ എന്നാണെന്ന് അറിയില്ല. ലോക അവസാനത്തെക്കുറിച്ച് അറിയിക്കാനല്ല ഈശോ വന്നത്, മറിച്ച് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈശോ നമ്മോട് പറയുക നമ്മെ തന്നെ ഒന്ന് ഒരുക്കുക എന്നാണ്. മനുഷ്യപുത്രന്റെ ആഗമനത്തിനു വേണ്ടി എപ്പോഴും നാം കാത്തിരിക്കണം. ആ സമയം എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതമാകുന്ന യാത്ര ഇവിടെ വെച്ച് വേണമെങ്കിലും അവസാനിക്കാം. പക്ഷേ അത് ശുഭമായി അവസാനിക്കണമെങ്കിൽ നന്മയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കണം. മനുഷ്യനെ ദൈവങ്ങളായി കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാൻ ഞാൻ പരിശ്രമിക്കണം. മറ്റൊരു ക്രിസ്തുവായി നാം മാറണം. അപരനെ ചേർത്ത് പിടിക്കുവാനും ഉയർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ 2-ാമത്തെ ആഗമനം മഹത്വപൂർണമാവുക. കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മനുഷ്യപുത്രൻ വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെടുന്നതല്ല 2-ാം ആഗമനം. വ്യക്തികൾ മനുഷ്യരുടെ ആവശ്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ പോലെ സഹായിക്കാൻ എത്തുമ്പോൾ അവർക്ക് യേശു വീണ്ടും സന്നിഹിതനാവുകയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിത രീതി നേരായ ദിശയിൽ തന്നെയാണോ പോകുന്നത്? ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കണ്ടെത്തി തിരുത്തി മനുഷ്യപുത്രന്റെ 2-ാമത്തെ വരവിനു വേണ്ടി നമ്മെ തന്നെ നമുക്കൊരുക്കാം.
ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.